സുഷമയാ? ഇതാരത് പുതിയ കുറിച്ച്? ഇച്ചായ, ഒരു സുഷമ വിളിക്കുന്നു. അതായിരുന്നു. ആരാ ഈ സുഷമ? സുഷമ ബാങ്കിലെ അസിസ്റ്റന്റ് മാനേജർ. ഏത് ബാങ്കിലെ? ഏത് ബാങ്കിലെ? ഐശ്വര്യ ബാങ്കിൽ. ഏത് ബാങ്കിലെ? എടി സിറ്റിയിലെ ഐശ്വര്യ ബാങ്കില്ലേ? നിനക്ക് ഐശ്വര്യ ബാങ്ക് അറിയില്ലേ? ആ ബാങ്കുമായിട്ട് ഇച്ചാനത് ഇടപാട്? എനിക്കൊരു ഇടപാടും ഇല്ല, ഒരു അക്കൗണ്ടിന് വേണ്ടി വിളിക്കുന്നതാ. നിന്ന് ഓരോ ദിവസം ഓരോരുത്തരായിട്ട് ഇങ്ങനെ വിളിച്ചോളൂ അല്ലേ? എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇച്ചായന്റെ ആണുങ്ങൾ ആരും ഇല്ലേ ഫ്രണ്ട്സ് ആയിട്ട്? എല്ലാം പെണ്ണുങ്ങളല്ലേ ഉള്ളു വിളി? ആണുങ്ങൾ വിളിക്കുന്നുണ്ട്, പക്ഷേ വടക്കു നോക്കിയ യന്ത്രം തെക്കോട്ട് നോക്കിയ ചരിത്രം ഇല്ലല്ലോ, അതുകൊണ്ടാ. അവർ വിളിക്കുന്നു. ഹലോ, അതെ, ഡോക്ടർ ജോർജ് കുട്ടിയാ. ഇതെവിടെ നിന്ന് ഇപ്പൊ ഈ വടക്കു നോക്കിയ യന്ത്രം വന്നത്? സുഷമ പ്ലീസ്, ഒരു അക്കൗണ്ട് എടുത്തിട്ട് കാര്യമില്ല, അതുകൊണ്ടാ ഞാൻ പറഞ്ഞില്ല, എനിക്ക് താല്പര്യമില്ല, ഞാൻ ഓൾറെഡി സാച്ചുറേറ്റഡ് ആണ്. വെറുതെ ഒരു അക്കൗണ്ട് എടുത്തിട്ട് എന്താ കാര്യം? ട്രാൻസാക്ഷൻ നടക്കണ്ടേ? എനിക്ക് ഒന്നാമത് തന്നെ 2 അക്കൗണ്ട് ഉണ്ട്. ഒന്ന് എൻ്റെ സാലറി അക്കൗണ്ടും, അതല്ലാതെ എൻ്റെ നാട്ടിൽ എനിക്കൊരു പേഴ്സണൽ അക്കൗണ്ടും ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സാച്ചുറേറ്റഡ് ആണ്. നേരിട്ട് വന്ന് കണ്ടിട്ട് എന്താ പ്രയോജനം? ശരി, ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഓഫീസിൽ ഒരു 4:30 വാ. ശരി, കാണാം. കൊള്ളാം. ഓ, അത് ഭയങ്കരമായിപ്പോയി. എന്നെ വൈകിട്ട് ഒരു സിനിമ കാണിക്കാൻ കൊണ്ടുപോകുമ്പോ ഇച്ചായന് മലമറിക്കുന്ന തിരക്ക്. ഇപ്പൊ സുഷമയെ കാണാൻ ഇഷ്ടം പോലെ സമയം. ആലിസേ, സുഷമ വരുന്നത് എന്തിനാണ്? അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ടാണ്. അവരൊരു പ്രൈവറ്റ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. പ്രൈവറ്റ് കമ്പനിയിൽ ടാർജറ്റ് ഉണ്ടാവും. ആ ടാർജറ്റ് അച്ചീവ് ചെയ്തില്ലെങ്കിൽ അവരുടെ ജോലിയെ ബാധിക്കും. അല്ലാതെ എന്നെ പേഴ്സണലായിട്ട് കാണാനൊന്നും അല്ല അവർ വരുന്നത്. എനിക്കിതിൽ താല്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞു. അവർ നേരിട്ട് വരട്ടെ, കാണട്ടെ. എനിക്ക് പറ്റില്ല എന്ന് ഞാൻ പറയും. സുഷമയെ സംബന്ധിച്ച് സുഷമയ്ക്ക് ഈ ജോലി അത്യാവശ്യമാണ്. പ്രൈവറ്റ് കമ്പനിയിൽ ടാർജറ്റ് അച്ചീവ് ചെയ്തില്ലെങ്കിൽ അവർ പറഞ്ഞു വിടും. നീയാണ് സുഷമയുടെ സ്ഥാനത്തെങ്കിലും നീ ഇതേ ചെയ്യൂ. എന്റെ പട്ടി ചെയ്യും. പട്ടിക്ക് ക്യാൻവാസ് ചെയ്യാൻ പറ്റത്തില്ല. എന്റെ ഇച്ചായ, ഇങ്ങനെ നാട്ടുകാരുടെ കൈയും കാലും പിടിക്കാൻ പറ്റാത്തതുകൊണ്ടാ ഒരു ജോലിക്ക് പോകണ്ടെന്ന് വരെ ഞാൻ തീരുമാനിച്ചത്. എന്റെ പൊന്നുപോലെ അങ്ങ് തീരുമാനിച്ച്. എടി, നിന്റെ വീട്ടിൽ ജീവിക്കാനുള്ള വകുപ്പുള്ളതുകൊണ്ട് നീ ജോലിക്ക് പോകണ്ടെന്ന് തീരുമാനിച്ചു. ഇവരുടെ കാര്യം അങ്ങനെ ആയിരിക്കില്ല. ജോലിക്ക് പോയാലേ പട്ടിണിയാവും. നമ്മളൊരു ജോലിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അതിന്റെ എല്ലാ കഷ്ടപ്പാടുകളും സഹിക്കാൻ നമ്മൾ മനസ്സുകൊണ്ട് തയ്യാറാവണം. ഇച്ചായ, ഇത് ഞാൻ സമ്മതിക്കത്തില്ല കേട്ടാ. കണ്ണി കാണുന്ന ഒരു നാട്ടിലുള്ളവരൊക്കെ ഇച്ചാനെ വിളിക്കേണ്ട കാര്യം എന്താ? ഇപ്പൊ തന്നെ സുലോചനയുടെ കാര്യം എടുക്കും. സുലോചന ഇച്ചേനെ വിളിക്കാറുണ്ട്, ഇവിടെ വരാറുണ്ട്. ഞാൻ എന്തെങ്കിലും പറയാറുണ്ടാ? എന്ത് സ്നേഹമായിട്ടാ ഞാൻ പെരുമാറുന്നത്. ഈ ഹോസ്പിറ്റലിലെ അനുരാധ ഇച്ചേനെ വിളിക്കാറില്ലേ? ഞാൻ എന്തെങ്കിലും പറയാറുണ്ടോ? നീ പറഞ്ഞിട്ടുണ്ടല്ലോ, അവരെ സംശയമായിരുന്നല്ലോ. അതൊക്കെ അന്ന് സംശയിച്ചതൊന്നും വലിയ തെറ്റൊന്നുമില്ല. പിന്നെ പവിത്രം വന്ന് അനുരാധനെ പറ്റി പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വിശ്വാസമായി. അത് മാത്രമല്ല, ആ കൊച്ചു നമ്മുടെ വീട്ടിൽ വന്നില്ലേ, അന്നേരം ഞങ്ങൾ എന്തോരം നേരം സംസാരിച്ച്. അപ്പൊ എനിക്ക് അതിനെ ഭയങ്കരമായിട്ട് വിശ്വാസമായി. അതൊരു പാവം പിടിച്ച കൊച്ച്. അതുപോലെയാണോ ഈ സുഷമ? ഇച്ചായ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഈ സുഷമ എന്ന് പറഞ്ഞവൾ ഇച്ചാനെ വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇച്ചാൻ അവളോട് മിണ്ടരുത്. പാവം അനുരാധ, എന്തു വിശ്വാസം. അറിഞ്ഞൂടാത്ത സുഷമയെ സംശയം, ഒരു അറിവും ഇല്ലാത്ത അനുരാധയെ വിശ്വാസം. ആലിസേ, ഈ ലോകത്ത് ആണും പെണ്ണും പപ്പാതിയാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ആണിന് പെണ്ണിനെയും പെണ്ണിന് ആണിനെയും വിളിക്കേണ്ടി വരും. അത് ഞാൻ നേരത്തെ സമ്മതിച്ചു തന്നതല്ലേ? എന്റെ ഇച്ചായ, ഞാനൊരു കാര്യം പറയട്ടെ. ഇച്ചായനെ വിളിക്കാനായിട്ട് ഈ ലോകത്ത് പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളോ? അതാണ് എന്റെ പ്രശ്നം. എന്നെ ഏതൊക്കെ പെണ്ണുങ്ങളാ വിളിക്കുന്നത്? നീ ഒന്ന് പറഞ്ഞേ. എനിക്കറിയാവുന്നതിനേക്കാളും അറിയാൻ പാടില്ലാത്ത പെണ്ണുങ്ങളായിരിക്കുമല്ലോ കൂടുതല്. ഇപ്പൊ തന്നെ ഇച്ചായൻ പറഞ്ഞല്ലോ, ഇച്ചായനെ സുഷമ എപ്പോഴും വിളിക്കാറുണ്ടെന്ന്. ഞാൻ തിരിച്ച് ഞാൻ ഏതെങ്കിലും ആണുങ്ങൾ അങ്ങോട്ട് വിളിക്കുന്നത് ഇച്ചായൻ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ആകെ ആരെയാ ഞാൻ വിളിക്കുന്നത്? എന്റെ അപ്പച്ചനെ, ഇച്ചായനെ, പിന്നെ എന്റെ കുറെ അങ്കിൾമാര്. വേറെ ആരും വിളിക്കാൻ? എന്ത്? അല്ല, നീ വേറെ ആരെയും വിളിക്കാറില്ല എന്ന് പറയുമായിരുന്നു. അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. എനിക്ക് വിളിക്കാൻ വേറെ ആരും ഇല്ലെന്നല്ലേ ഇച്ചായൻ ഉദ്ദേശിച്ചത്.
ഇങ്ങോട്ട് നോക്ക്. കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങള് സ്വന്തം ഭർത്താവിനെ അല്ലാതെ വേറെ ആണുങ്ങളെ വിളിക്കാനോ കൊഞ്ചാനോ കുഴയാനോ ഒന്നും പാടില്ല. അത് ശരിയല്ല. അതുകൊണ്ടാ. ആലിസേ, മനുഷ്യൻ എന്ന് പറഞ്ഞത് ഒരു ഹ്യൂമൻ ബീയിങ് ആണ്. അവന് സൊസൈറ്റിയുമായിട്ട് മാറി ജീവിക്കാൻ പറ്റില്ല. ഈ സുഷമ്മ എന്ന് പറയുന്ന പെണ്ണ് തന്നെ ബാങ്കിന്റെ അസിസ്റ്റന്റ് മാനേജറാണ്. അവർക്ക് ഒരു ടാർഗറ്റ് ഉണ്ടാവും. ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യണമെങ്കിൽ അവർക്ക് ആൾക്കാരെ വിളിച്ച് ക്യാൻവാസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് എന്നെ പോലുള്ള ആൾക്കാരെ വിളിക്കും. നിന്നെ വിളിച്ചിട്ട് കാര്യമില്ല. ഓഹോ, അപ്പൊ അതിനർത്ഥം എന്റെ കയ്യില് പൈസ ഇല്ലെന്ന് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ തന്നെയാണ്. തർക്കം ജയിക്കാനായിട്ട് ഈച്ചാൻ എപ്പോഴും എന്നെ ആക്ഷേപിക്കുന്ന സ്വഭാവം അത് പണ്ടേ ഉണ്ട്. എന്റെ കയ്യിൽ പൈസ ഇല്ലാത്ത അത്ര വലിയ കുറവാണെങ്കിൽ ഈച്ചാൻ അവളുടെ കൂടെ അങ്ങ് പോയി പുറത്തു. അവള് സമ്മതിക്കൂ? അല്ലെങ്കിൽ പോവോ? ആ, ഓ. ആഹാ, അങ്ങനെയാണെങ്കിൽ ഇച്ചായൻ വിവരം അറിയും. ഞാൻ അവളെയും കൊല്ലും, ഇച്ചായനെയും കൊല്ലും.